Hello students, welcome back to another session. So in this session, we are going to discuss about one of the important and small concept related to this chapter. So what is that concept? What are the things that we are going to discuss? Let's see. So we are going to discuss about nutrition in plants. So what do you mean by nutrition in plants? What are the major concepts that we are going with the nutrition in plants? എന്തൊക്കെയാണ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ? മക്കളെ എന്താണ് ഈ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്? എന്താണ് ഈ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ? എന്തായിരിക്കും ന്യൂട്രീഷൻ? അതെ, സംതിങ് ദാറ്റ് വി ഗെറ്റ് ടു യൂട്ടിലൈസ് ഫോർ അവർ ബോഡി, അല്ലേ? നമ്മുടെ എനർജി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ബോഡിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പണന്റ് അല്ലേ ന്യൂട്രീഷൻ? അല്ലേ? ആ ന്യൂട്രീഷനല്ലേ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്? അത് മാത്രമാണോ ന്യൂട്രീഷൻ? അല്ല, നമ്മളെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമുക്കൊരു പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രേരണ തരുന്ന ഒരു ഫോം തന്നെയാണ് ന്യൂട്രീഷൻ, അല്ലേ? സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ടോപ്പിക്സ് റിലേറ്റഡ് ടു ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന ന്യൂട്രീഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു ആർ റെഡി? അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. സോ ആസ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, ആസ് ലൈക്ക് ആനിമൽ, ആസ് ലൈക്ക് എവറി ക്രീച്ചേഴ്സ്, plants do have their own nutrition methods, അല്ലേ? പ്ലാന്റ്സിനും ന്യൂട്രീഷൻ്റെ മെത്തേഡ്സ് ഉണ്ട്, അവരും ന്യൂട്രീഷൻ കാണിക്കണ്ടേ? അപ്പൊ അതിൻ്റെതായ മെത്തേഡ്സും ആര് കാണിക്കും? പ്ലാന്റ്സും കാണിക്കും. എല്ലാ ജീവജാലങ്ങളും പോലെ പ്ലാന്റ്സ് ഓൾസോ പെർഫോംസ് their own functions and their own nutritions, അല്ലേ? സോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് ടേക്ക് യുവർ പെൻ ആൻഡ് നോട്ട്ബുക്ക് and write down the important points in this chapter. So the name of the chapter is what? Nutrition in plants. എന്താണ് ഈ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ? പ്ലാന്റ്സിൽ കാണുന്ന ന്യൂട്രീഷൻ ആണ് നമ്മൾ പ്ലാന്റ് ന്യൂട്രീഷൻ എന്ന് പറയാം. അതായത് ഒരു പ്ലാന്റ് അതിൻ്റെ ന്യൂട്രീഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ് റിക്വയർസ് മോർ തിങ്സ്, ഇസ് ഇറ്റ്? അതിന് സൺലൈറ്റും കാര്യങ്ങളൊക്കെ വേണം, അതിന് ന്യൂട്രീഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഒരു പ്ലാന്റ് ന്യൂട്രീഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ള രീതിയിലുള്ള ന്യൂട്രീഷൻ ആയിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് ഫോർ ദം ടു എൻറിച്ച് ദ സസ്റ്റൈനബിലിറ്റി, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. മക്കളെ എന്താണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? നമ്മൾ ന്യൂട്രീഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാണ്ട്, അതായത് കുറച്ച് ടേംസ് നിങ്ങൾ പഠിച്ചിട്ട് അത് പരിചയപ്പെട്ടിട്ട് വേണം നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ. ഓക്കെ അല്ലേ? സോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം? എന്താണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ജസ്റ്റ് സോ ഒരു ലൈഫ് പ്രോസസ്സ് ഉണ്ടാവും. നമ്മുടെ ജീവൻ മുന്നോട്ട് പോകാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി കുറേ പ്രോസസ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? ആ പ്രോസസ്സ് എക്സിബിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയാം? ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പലതരം പ്രോസസ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പല രീതിയിലുള്ള പ്രോസസ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വി യൂസ് ടു റെസ്പിറേഷൻ നടക്കും, നമ്മൾ ഇൻഹേൽ എക്സ്ഹേൽ, പിന്നെന്താ? എക്സ്ക്രീഷൻ ഉണ്ടാവും, റീപ്രൊഡക്ഷൻ ഉണ്ടാവും, മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും, സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ആയിട്ട്. സോ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എന്താ എഴുതുക? ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസം അതിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ലൈഫിൽ ഉണ്ടാവുന്ന കുറേ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക? ലൈഫ് പ്രോസസ് എന്ന് നമ്മൾ ടേം ചെയ്ത് പറയുന്നത്. അതിന് നമ്മൾ എന്താ പറയും? ലൈഫ് പ്രോസസ്. അതായത് ഒരു പ്ലാന്റ് ആയിക്കോട്ടെ, ആ പ്ലാന്റ് വളരുന്നുണ്ടെങ്കിൽ, ആ പ്ലാന്റ് ഇങ്ങനെ നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ വേണം, അല്ലേ? ഗ്രോത്തും കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പോൾ ആ പ്ലാന്റ് വളരുമ്പോൾ ആ പ്ലാന്റ് വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ പ്രോസസ്സ് ഉണ്ട്. ജീവൻ നിലനിർത്താൻ വേണ്ടി കുറേ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം മക്കളെ? ലൈഫ് പ്രോസസ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ അതിന് നമ്മൾ എന്താ പറയാ? ലൈഫ് പ്രോസസ്സ് എന്ന്. സോ വി കോൾ ദം ആസ് ലൈഫ് പ്രോസസ്സ്. സോ ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ കുറച്ച് ടേംസും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ലൈഫ് പ്രോസസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, അപ്പോൾ ലിവിങ് ഓർഗാനിസം പ്രോസസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫ് പ്രോസസ്സ്. അപ്പോൾ ലൈഫ് പ്രോസസ്സ് ആണ് ഇൻ ദ ലിവിങ് ഓർഗാനിസം ക്യാരക്ടറൈസ് ചെയ്യുന്നത്, മീൻസ് ലിവിങ് ഓർഗാനിസം പ്രൊഡ്യൂസ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? സോ ലൈഫ് പ്രോസസ്സ് ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഈ ലൈഫ് പ്രോസസ്സിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്?
ന്യൂട്രീഷൻ. ആരാണ് മക്കളെ നമ്പർ 1? നമ്പർ 1 ഈസ് വാട്ട്? ന്യൂട്രീഷൻ. അപ്പോൾ നമുക്ക് ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കണ്ടേ? അപ്പോൾ പ്ലാന്റ്സിൽ നടക്കുന്ന ന്യൂട്രീഷൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ന്യൂട്രീഷൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? സോ ലൈഫ് പ്രോസസ്സിലെ നമ്പർ 1 ആയിട്ടുള്ള ആൾ ആരാണ് മക്കളെ? വി ഹാവ് ന്യൂട്രീഷൻ. ടെൽ മീ, വി ഹാവ് ന്യൂട്രീഷൻ. നമുക്ക് ആരാണുള്ളത്? ന്യൂട്രീഷൻ ആണുള്ളത്. നമുക്ക് ആരാണുള്ളത്? ന്യൂട്രീഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ന്യൂട്രീഷൻ അല്ലേ? ഓക്കെ. Now second one we have is respiration. ആരണ്ടാ നമുക്ക്? റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറഞ്ഞൊരു പ്രോസസ് അല്ലേ അവിടെ നടക്കുന്നത്? അതെ, ബ്രേക്കിംഗ് ഡൗൺ. അപ്പോൾ ആ റെസ്പിറേഷൻ അത് കൺവേർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗ്ലൂക്കോസ് ഒക്കെ മാറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലേ റെസ്പിറേഷൻ? അപ്പോൾ റെസ്പിറേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒരു പ്ലാന്റ് കേസിലായിക്കോട്ടെ അത് ഇമ്പോർട്ടൻ്റ് ആവില്ലേ? അല്ലേ മക്കളെ? സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്ത ടോപ്പിക് തന്നെയാണ് എന്ത്? റെസ്പിറേഷൻ. സോ റെസ്പിറേഷൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? മൂന്നാമതായിട്ട് നമുക്ക് ആരുണ്ട്? റീപ്രൊഡക്ഷൻ ഉണ്ട്. സോ ജനറേഷൻ ഓഫ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിങ്സ്, ന്യൂ ഓഫ് സ്പ്രിങ്സിൻ്റെ പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ എന്ത് പറയുക? റീപ്രൊഡക്ഷൻ എന്ന് പറയുക അല്ലേ? റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുക? റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എന്താ നമ്മൾ പറയുക റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ? എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ? ജനറേഷൻ ഓഫ് ന്യൂ ഓഫ് സ്പ്രിങ്സ് അല്ലേ? ഒരു ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുക മക്കളെ? റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പറയുന്നത് മൂവ്മെന്റ്. നാലാമതായിട്ട് നമുക്ക് പറയേണ്ടത് എന്താണ്? മൂവ്മെന്റ് അല്ലേ? എന്താണ് മക്കളെ മൂവ്മെന്റ്? ഇതിങ്ങനെ ഒരു മൂവ്മെന്റ് ആണോ? നടത്തം, വാക്കിംഗ്, ജമ്പിങ്, ഇതൊക്കെ മൂവ്മെന്റിന്റെ കേസിലാണോ? അത് മാത്രമല്ല മൂവ്മെന്റ്. പ്ലാന്റ്സ് ഡു എക്സിബിറ്റ് വാരിയസ് മൂവ്മെന്റ്. അതിന് നല്ല വൈറ്റൽ മൂവ്മെന്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിൽ നമുക്ക് നാസ്റ്റിക് മൂവ്മെന്റ്സ് ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ റിലേറ്റഡ് ടു അതിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് പോസ് ചെയ്യുന്നത്, അതായത് പ്ലാന്റ് നടന്നു പോകുന്നല്ല, അതിൻ്റെതായ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം, സൺലൈറ്റ് വരുന്ന ഡയറക്ഷനിലേക്ക് ചെടി ഇങ്ങനെ ബെൻഡായിട്ട് നിൽക്കും അല്ലേ? ഫോട്ടോട്രോപ്പിസം എന്ന് നമ്മൾ ടേം പറയുന്ന രീതിയിൽ ഈ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലൈഫ് പ്രോസസ് അല്ലേ മക്കളെ? ഇമ്പോർട്ടൻ്റ് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റി ആയ ഒരു എക്സ്ക്രീഷൻ പ്രോസസ്സ് ഉണ്ടാവും. റിമൂവൽ ഓഫ് വേസ്റ്റ് അല്ലേ എക്സ്ക്രീഷൻ അല്ലേ? അത് പ്ലാന്റ്സും ആനിമൽസും എല്ലാവരും എക്സിബിറ്റ് ചെയ്യുന്ന പ്രോസസ് അല്ലേ? ഇതൊക്കെ എല്ലാവരും എക്സിബിറ്റ് ചെയ്യും. ലൈഫ് പ്രോസസ്സ്, ജീവനുള്ള എല്ലാ വസ്തുക്കളും എക്സിബിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ലൈഫ് പ്രോസസ്സ്. അതാണ് എന്ത്? ലിവിങ് ഓർഗാനിസത്തിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. സോ എക്സ്ക്രീഷനും നമ്മൾ നോക്കി. ക്ലിയർ അല്ലേ മക്കളെ? സോ വി നോ അബൌട്ട് എക്സ്ക്രീഷൻ ഓൾസോ. സോ കോൺസെപ്റ്റ് വീഡിയോ മക്കളെ ക്ലിയർ അല്ലേ? ഒരു ഐഡിയ കിട്ടുന്നില്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ പറയാനുള്ളത്? സെൻസിറ്റിവിറ്റി. എന്താണ് സെൻസിറ്റിവിറ്റി? അതായത് സെൻസിങ് എബിലിറ്റി, വെദർ അത് സെൻസ് ചെയ്യാൻ പറ്റുന്ന എന്തും ആയിക്കോട്ടെ, വെദർ ഇറ്റ്സ് എന്താ പറയുക സ്മെല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ഫീലിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് സ്കിന്ന് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി വഴി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? സെൻസിറ്റിവിറ്റി എന്ന് നമുക്ക് പറഞ്ഞൂടെ മക്കളെ? സോ കോൺസെപ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ അല്ലേ? സോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും അവിടെ ഉണ്ട്. ഏഴാമതായിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്? ഗ്രോത്ത് സാറ് ലാസ്റ്റ് പറയാൻ വെച്ചതാണ്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോത്ത് ആണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഇൻക്രീസ് ഇൻ ഗ്രിത്ത് ആൻഡ് സൈസ്, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുക അല്ലേ? ഇൻക്രീസ് ഇൻ ഗ്രിത്ത് ആൻഡ് സൈസ് ഓഫ് എ പ്ലാന്റ്. നമുക്ക് എന്ത് പറയും? പ്ലാന്റ്സിന്റെ കേസാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നമ്മൾ എന്ത് പറയും? ഗ്രോത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഒരു ലൈഫ് പ്രോസസ്സിൽ അതിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ലിവിങ് ഓർഗാനിസം എന്ത് പ്രോസസ് ചെയ്യും? ലൈഫ് പ്രോസസ്സ് ചെയ്യും അല്ലേ? ആ ലൈഫ് പ്രോസസ്സിൽ നമ്പർ 1 വി ഹാവ് വാട്ട്? ന്യൂട്രീഷൻ. നമുക്ക് എന്താണ് ഉള്ളത്? ന്യൂട്രീഷൻ ഉണ്ട്. നമ്പർ 2 വി ഹാവ് റെസ്പിറേഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് റീപ്രൊഡക്ഷൻ. ക്ലിയർ അല്ലേ? റീപ്രൊഡക്ഷനും ഉണ്ട്. നമുക്ക് റീപ്രൊഡക്ഷനും ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? We have reproduction also. So we have reproduction also as well. Then what is the thing we have? We have movement. We do possess എന്താണ് മക്കളെ? മൂവ്മെന്റ് possess ചെയ്യില്ലേ? അപ്പോൾ അവിടെ നമുക്ക് മൂവ്മെന്റ് കൂടി ഇല്ലേ? Okay, so we have movement as well. Then important ആയിട്ടുള്ള അടുത്തൊരു പ്രോസസ് എന്താണ്? വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്.
റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് അതിന് നമ്മൾ എന്ത് പറയും? എക്സ്ക്രീഷൻ എന്നാണ് നമ്മൾ പറയാ. നമ്മൾ എന്താ പറയാ? എക്സ്ക്രീഷൻ. എന്താ പറയാ? എക്സ്ക്രീഷൻ. Then finally we have, before that we have sensitivity. സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ സെൻസിറ്റിവിറ്റിയും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സോ സെൻസിറ്റിവിറ്റി ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. പിന്നെയോ ഗ്രോത്ത് അല്ലേ? ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത് പറയും? ഗ്രോത്ത് നമുക്ക് പറയാൻ പറ്റില്ലേ? ഇതൊക്കെ നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ലൈഫ് പ്രോസസ് ഇസ് ക്ലിയർ ഫോർ യു. ലൈഫ് പ്രോസസ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നൗ ലൈഫ് പ്രോസസ്സിന്റെ കാര്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് എത്താം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതിന്റെ ഡെഫിനേഷൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കണം ഡീറ്റെയിൽ ആയിട്ട്. സോ ലൈഫ് പ്രോസസ്സിന് നമുക്ക് എന്ത് പറയും? 7 ലൈഫ് പ്രോസസ് ഉണ്ട് നമുക്ക്. അപ്പോൾ MRS GREN എന്താ ഇത് വായിക്കുക? മിസ് ഗ്രെൻ നമുക്ക് വായിച്ചൂടെ? മിസ് ഗ്രെൻ എന്ന് നമുക്ക് വായിക്കാൻ പറ്റുമോ? നമുക്ക് വായിച്ചൂടെ? അല്ലേ? നമുക്ക് എന്ത് വായിക്കാം? ഒരു ആളെ പേര് എന്ന രീതിയിൽ നമുക്ക് ഒരാളെ അവിടെ വരയ്ക്കാം. ഒരാളെ നമ്മളിങ്ങനെ വരച്ചു. ഓക്കെ, ഒരാളെ നമ്മളിങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മിസ് ഗ്രെൻ എന്ന് നമ്മൾ പേരിട്ടു. ഓക്കെ, മിസ് ഗ്രെൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു. അപ്പോൾ മിസ് ഗ്രെൻ അത് ഓർത്താൽ മതി. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ, ലൈഫ് പ്രോസസ് പഠിക്കുമ്പോൾ നിങ്ങൾ ആരെ പേര് ഓർത്താൽ മതി? മിസ് ഗ്രെന്നിന്റെ പേര് നമ്മൾ ഓർത്താൽ മതി. പോരെ? ആരെ പേര് നമ്മൾ ഓർക്കും? മിസ് ഗ്രെന്നിന്റെ പേര്. എന്താണ് മിസ് ഗ്രെൻ? ആ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ അറിയേണ്ടത് നമ്മുടെ ലൈഫ് പ്രോസസ് ആണ് അല്ലേ? അപ്പൊ ലൈഫ് പ്രോസസ് എത്ര തരം ലൈഫ് പ്രോസസ് ഉണ്ട്? നമുക്ക് 7 ലൈഫ് പ്രോസസ് ഉണ്ട്. വി ഹാവ് ഹൗ മച്ച് ലൈഫ് പ്രോസസ്? 7 ആണ് ലൈഫ് പ്രോസസ്. ലൈഫ് പ്രോസസ് 7 എണ്ണം ഉണ്ട്. ലൈഫ് പ്രോസസ്സസ് എത്ര ഉണ്ട് മക്കളെ? നമുക്ക് 7 ലൈഫ് പ്രോസസ് ഇല്ലേ? ഓക്കെ, അതിൽ ഓരോ എണ്ണത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോ മിസ് ഗ്രെൻ എന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് പഠിച്ചത്? മിസ് ഗ്രെൻ. അപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോ പിടികിട്ടിട്ടുണ്ടാവും അല്ലെ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചപ്പോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവല്ലോ എന്താ സംഭവം എന്ന് അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോ, എന്തായിരിക്കും? മൂവ്മെന്റ്. ഫസ്റ്റ് വൺ M സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? മൂവ്മെന്റ് ആണ്. സോ മൂവ്മെന്റ്. അപ്പോ ഫസ്റ്റ് വൺ എന്താണ് മക്കളെ? M സ്റ്റാൻഡ്സ് ഫോർ. മിസ് ഗ്രെന്നിന്റെ M സ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിനാണ്? മൂവ്മെന്റ്. സോ വാട്ട് യു മീൻ ബൈ മൂവ്മെന്റ്? ചേഞ്ചിങ് പ്ലേസ് ഓർ പൊസിഷനെയാണ് നമ്മൾ മൂവ്മെന്റ് എന്ന് പറയാ. ചേഞ്ചിൻ എന്താണ്? പ്ലേസ് ഓർ പൊസിഷനോ അല്ലെങ്കിൽ പ്ലേസോ മാറിയാൽ നമ്മൾ എന്ത് പറയും? ചേഞ്ച് എന്ന് പറയും. അതായത് ഒരു പ്ലാന്റ് അതിന്റെ കേസിലാണെങ്കിൽ അത് നടന്നു പോകും എന്നല്ല പറയുന്നത്. അതിപ്പോ റൂട്ട് ആയിക്കോട്ടെ, അത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വാട്ടറുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പോകുന്നതിന് നമ്മൾ എന്ത് പറയും? ഒരു മൂവ്മെന്റ് ആയിട്ട് പറയാം. അതേപോലെ സണ്ണ് വരുമ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റ് അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യുന്നതിന് നമ്മളൊരു മൂവ്മെന്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ മൂവ്മെന്റ് ആണ് എന്ത്? ചേഞ്ചിങ് ഇൻ പ്ലേസ് ഓർ പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ചേഞ്ചിങ് എന്താണ്? എവിടെയാണ്? പൊസിഷനോ അല്ലെങ്കിൽ എന്താണ്? ചേഞ്ചിങ് പ്ലേസ് ഓർ പൊസിഷൻ ആണ് നമ്മൾ എന്ത് പറയാ? മൂവ്മെന്റ് എന്ന് പറയാ. കോൺസെപ്റ്റ് എവിടെ കിട്ടിയോ? അതിനാണ് നമ്മൾ എന്ത് പറയാ? മൂവ്മെന്റ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ. രണ്ടാമതായിട്ട് നമുക്ക് ആരെ പഠിക്കാനുള്ളത്? ആർ എന്ന് പറയുന്നത് ആരായിരിക്കും? റെസ്പിറേഷൻ. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ റീപ്രൊഡക്ഷൻ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആറ് കൊണ്ട് റീപ്രൊഡക്ഷൻ പറയാം, റെസ്പിറേഷനും പറയാം. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആരെക്കുറിച്ച് പഠിക്കണം? റെസ്പിറേഷനെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സ്ഥാനം കൊടുത്തത്. നമുക്ക് ഈ പേരിലേക്ക് എത്തിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് എന്താണ്? റെസ്പിറേഷൻ ഉണ്ട്. നോക്ക്, റെസ്പിറേഷൻ അല്ലേ മക്കളെ? സോ റെസ്പിറേഷൻ ആണല്ലേ അടുത്തത്. എന്താണ് റെസ്പിറേഷൻ എന്ന് മീനിങ്? ജനറേറ്റിംഗ് എനർജി സിന്തസിസ് അല്ലെങ്കിൽ എനർജി എക്സിബിറ്റിംഗ്. എനർജി എന്താണ്? സിന്തസിസ് ഓർ ജനറേറ്റിംഗ് ചെയ്യുക, ഉണ്ടാക്കുക. എനർജി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ മക്കളെ?
റെസ്പിറേഷൻ എന്ന് പറയാം. എനർജി ഉണ്ടാക്കുന്നതിന്, അതായത് ഇൻ ദ ഫോം ഓഫ് നമ്മളെ സാധാരണ രീതിയിൽ നമ്മൾ ഓക്സിജൻ ഒക്കെ വലിച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കേസിലായിക്കോട്ടെ ഇവർ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് അത് എനർജിയിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ് ഇല്ലേ, അത് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. നമ്മൾ ഇൻഹേലിംഗ് എക്സൈലിംഗ് പോലെ അല്ലല്ലോ പ്ലാന്റ്സിനൊക്കെ കേസിൽ. അപ്പൊ ബ്രേക്കിംഗ് ഡൗൺ എന്തിനു വേണ്ടിയിട്ട്, എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്കിംഗ് ഡൗൺ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പിറേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറയാ, നമ്മള് റെസ്പിറേഷൻ എന്നല്ലേ മക്കളെ നമ്മൾ പറയാ. വി ജസ്റ്റ് കോൾ ദം ആസ് റെസ്പിറേഷൻ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. മൂന്നാമതായിട്ട് നമുക്ക് ആരാണുള്ളത്, എസ്, മിസ്. അപ്പൊ ആരാണ് അത്, സെൻസിറ്റിവിറ്റി. എന്താണ് സെൻസിറ്റിവിറ്റി? അപ്പൊ എന്താണ് സെൻസിറ്റിവിറ്റി എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് മക്കളെ ഈ സെൻസിറ്റിവിറ്റി, എന്താണ് സെൻസിറ്റിവിറ്റിന്റെ കോൺസെപ്റ്റ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ചല്ലേ നമ്മൾ നോക്കേണ്ടത്. സോ വി ഹാവ് സെൻസിറ്റിവിറ്റി. എന്താ നമുക്കുള്ളത്, സെൻസിറ്റിവിറ്റി ആണ്. എന്താണ് സെൻസിറ്റിവിറ്റി? ബീൻ അവെയർ ഓഫ് ദി സറൗണ്ടിങ്സുമായിട്ട് ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അതിനെന്താ ഫീലിംഗ് മനസ്സിലാവുക, അല്ലെങ്കിൽ ടച്ചിങ്ങോ, അല്ലെങ്കിൽ അങ്ങനെ ഫീലിങ്ങോ, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ പ്ലാന്റ്സിന്റെ കേസിൽ സൈറ്റിംഗ് വിഷനോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ഇൻ ദ ഫോം ഓഫ് സെൻസിങ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയാ, സെൻസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയാം അല്ലേ. സോ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ബീൻ അവെയർ ഓഫ് ദി സറൗണ്ടിങ്. അതായത് സറൗണ്ടിങ്സ് തമ്മിൽ ഫീലിംഗ് അല്ലെങ്കിൽ സെൻസിങ് ദ സറൗണ്ടിങ് അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്. എന്താണ്, സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് നമ്മൾ എന്താ പറയാ, സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ബീൻ അവെയർ ഓഫ് ദി സറൗണ്ടിങ്ങിനെ നമ്മൾ എന്ത് പറയാ, സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ബീൻ അവെയറിംഗ് ഓഫ് ദി സറൗണ്ടിങ് നമ്മൾ എന്ത് പറയാ, സെൻസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ മിസ് പറഞ്ഞല്ലോ. മിസ് എന്തൊക്കെയാണ്, മൂവ്മെന്റ്, റെസ്പിറേഷൻ, സെൻസിറ്റിവിറ്റി. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ആരാണ്, ജി. എന്താണ് മക്കളെ നാലാമതായിട്ടുള്ള ജി? എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഗ്രോത്ത് അല്ലേ ജി എന്ന് പറയുമ്പോ നമുക്ക് ഗ്രോത്ത് എന്താണ്, ആൻ ഇൻക്രീസ് ഇൻ സൈസ് ഓർ നമ്പർ ആണ് ഗ്രോത്ത്. ആൻ ഇൻക്രീസ് ഇൻ സൈസ് ഓർ നമ്പർ. സൈസോ നമ്പറോ കൂടുന്നത് നമ്മൾ എന്ത് പറയാം, ഇൻക്രീസ്, വളർച്ച നമ്മൾ പറയില്ലേ. അതായത് ഇൻക്രീസ് ഇൻ ഗ്രിത്ത് എന്ന് പറയാം, ഗ്രിത്ത് എന്നൊക്കെ പറയാം, തിക്നെസ്, ഡിവിഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. സെൽ ഡിവിഷൻസ് ആയിക്കോട്ടെ, ആ രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതെന്താണ് നമ്മൾ അതിന് പറയാ, ഗ്രോത്ത് എന്നല്ലേ നമ്മൾ അതിന് പറയാ. അതിന് നമ്മൾ എന്താ പറയാ, ഗ്രോത്ത്. വി കോൾ ദം ആസ് ഗ്രോത്ത്. സോ ഗ്രോത്ത് ഉണ്ട്, ആൻ ഇൻക്രീസ് ഇൻ സൈസ് ഓർ നമ്പറിനാണ് നമ്മൾ എന്ത് പറയാ, ഗ്രോത്ത് എന്ന് പറയാം. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് പിടികിട്ടിയ മക്കളെ? അത് നമ്മൾ എന്താ പറയാ, ഗ്രോത്ത് എന്ന് പറയാ അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നോക്ക്, റീപ്രൊഡക്ഷൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എന്ത്, റീപ്രൊഡക്ഷൻ ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, റീപ്രൊഡക്ഷൻ. ക്ലിയർ ആണോ? സോ വി കോൾ ദം ആസ് വാട്ട്, റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. നമ്മൾ എന്താ അതിനെ വിളിക്കുന്നത്, റീപ്രൊഡക്ഷൻ. എന്താ നമ്മൾ വിളിക്കുന്നത്, റീപ്രൊഡക്ഷൻ. സോ വാട്ട് വി ആർ ജസ്റ്റ് കോളിംഗ് ദം ആസ് വാട്ട്, റീപ്രൊഡക്ഷൻ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സോ എന്താണ് റീപ്രൊഡക്ഷൻ അല്ലേ? എന്തായിരിക്കും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ എന്ത് പറയാ, റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ എന്ത് പറയാം മക്കളെ, റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡിവിജ്വൽസ് നമ്മൾ എന്ത് പറയും, റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയും. കോൺസെപ്റ്റ് പറ്റി കിട്ടിയോ? അതിന് നമ്മൾ എന്താ പറയാ, ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡിവിജ്വൽസ് നമ്മൾ എന്ത് പറയും, റീപ്രൊഡക്ഷൻ എന്ന് പറയും. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ. സോ ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡിവിജ്വൽസ് നമ്മൾ എന്ത് പറയും, റീപ്രൊഡക്ഷൻ. അതായത് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം, റീപ്രൊഡ്യൂസിങ് ഓഫ് സ്പ്രിങ്സ്. അല്ലാതെ നമ്മൾ എന്ത് പറയാ, റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയാ. അത് നമ്മൾ പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അപ്പൊ ഇപ്പൊ എന്തായി, മിസ് ഗ്രീൻ ആയ GR ആയ. ഇനി ആറാമതായിട്ട് നോക്ക്, വി ഹാവ് ഹു ഇസ് ദാറ്റ്, എക്സ്ക്രീഷൻ. നമുക്ക് എന്തുണ്ട് മക്കളെ, എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. വി ഹാവ് എക്സ്ക്രീഷൻ. സോ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് എക്സ്ക്രീഷനിൽ. നമുക്ക് എന്താ ഉള്ളത്, റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് നമുക്ക് എന്തിലുള്ളത്, എക്സ്ക്രീഷനിലുള്ളത്. സോ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് നമുക്ക് എന്തിലുള്ളത്, എക്സ്ക്രീഷനിലുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? സോ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മൾ എന്ത് പറയും,
എക്സ്ക്രീഷൻ എന്ന് പറയാം. അതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, നമുക്കറിയാം ഇറ്റ്സ് എ ഡെയിലി റുട്ടീൻ. അതായത് വേസ്റ്റിനെ റിമൂവ് ചെയ്യാം, വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്ത് കളയുന്നത് ആണ് എന്ത്, എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്. വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ് ആണ് എന്ത്, എക്സ്ക്രീഷൻ. ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഗ്രേ ആയ ഇനി ഗ്രൻ ആവാൻ പോകുന്നു. എന്താണ് ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത്? ന്യൂട്രീഷൻ അല്ലേ? ന്യൂട്രീഷൻ എന്തായിരിക്കും? ഒബ്റ്റെയിനിങ് ഫുഡ് ടു ബിൽഡ് ബോഡി. ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഗെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് പറയാ? ന്യൂട്രീഷൻ എന്ന് പറയാം. അപ്പൊ ബോഡി എൻഹാൻസ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് എന്ത് വേണ്ടത്? ന്യൂട്രീഷൻ വേണ്ടത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടേണ്ടത് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂട്രീഷൻ? ഒബ്റ്റെയിനിങ് ഫുഡ് ടു ബിൽഡ് എ ബോഡി. അതിനാണ് നമ്മൾ എന്ത് പറയാ? ന്യൂട്രീഷൻ എന്ന് പറയാ. അതിനാണ് നമ്മൾ എന്ത് പറയാ? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് പഠിയിട്ട് മക്കളെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. സോ ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ നമുക്ക്? സോ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്റ്റെയിനിങ് ഫുഡ് ടു ബിൽഡ് എ ബോഡി. അതേപോലെ നമുക്ക് എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡിവിജ്വൽസ് ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ആൻ ഇൻക്രീസ് ഇൻ സൈസ് ഓർ ഇൻ നമ്പർ. സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബീൻ അവെയർ ഓഫ് സറൗണ്ടിങ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജനറേറ്റിംഗ് എനർജി ആണ്. മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ചിങ് ഇൻ പ്ലേസ് ഓർ പൊസിഷൻ ആണ് നമ്മൾ എന്ത് പറയാ? മൂവ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. കോൺസെപ്റ്റ് പിടി കിട്ടിയോ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ എന്തിൽ പറയുന്നത്? ലൈഫ് പ്രോസസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട എന്താണ്? മിസ് ഗ്രൻ എന്ന് പറഞ്ഞ ഒരു ആളെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് സങ്കല്പിക്കുക. എന്നെ സങ്കല്പിച്ചാൽ മതി. ഞാൻ മിസ് ഗ്രൻ എന്ന് വിചാരിക്കുക. ഓക്കെ, തൽക്കാലത്തേക്കൊന്ന് വിചാരിക്കുക. ഓക്കെ, സോ മിസ് ഗ്രൻ എന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ച് വെക്കുക. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇപ്പൊ ലൈഫ് പ്രോസസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ മക്കളെ? തറോ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഇതില് കാര്യമായിട്ട് അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ നന്നായി പഠിക്കില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. So we have completely discussed about our life process. അല്ലേ മക്കളെ? നമ്മൾ ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് നന്നായി പഠിച്ചിരിക്കുന്നു അല്ലേ? സോ നമ്മൾ ലൈഫ് പ്രോസസ്സും നല്ല രീതിയിൽ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്സിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ മക്കളെ? സോ ദാറ്റ് ഈസ് ഓർഗാനിസം നീഡ് ഫുഡ് ഫോർ. എന്തൊക്കെയാണ് ഒരു ഓർഗാനിസത്തിന് എന്തൊക്കെ വേണ്ടിയിട്ടാണ് അതിന് ഫുഡും കാര്യങ്ങളും ഒക്കെ വേണ്ട എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഓർഗാനിസം നീഡ് ഫുഡ് ഫോർ. എന്തൊക്കെയാണ് ഓർഗാനിസത്തിന് ഫുഡ് വേണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓർഗാനിസംസ് നീഡ് ഫുഡ് ഫോർ എന്താണ്? ഒന്ന്, ഒബ്റ്റെയിൻ എനർജി. മക്കളെ, എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓർഗാനിസത്തിന് എന്ത് വേണ്ടത്? ഫുഡ് വേണ്ടത് അല്ലേ? ഫുഡ് എന്തിനാണ് ഓർഗാനിസത്തിന് വേണ്ടത്? ഫോർ ഒബ്റ്റെയിനിങ് എനർജി ഒബ്റ്റെയിൻ ചെയ്യാനാണ് അവർക്ക് ഫുഡ് വേണ്ടത്. ക്ലിയർ ആണോ? എനർജി ഒബ്റ്റെയിൻ ചെയ്യാനാണ്, എനർജിക്ക് വേണ്ടി, എനർജി സ്വീകരിക്കാൻ വേണ്ടി. എനർജി കിട്ടിയാൽ മാത്രമാണ് അവർക്ക് എന്ത് പറ്റൂ? അവർക്ക് അവരുടെ ഫുഡ് ഡെവലപ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എനർജി കിട്ടുമോ? അല്ലെ? മറ്റുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട്, മറ്റുള്ള ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നീഡ് വാട്ട്? എനർജി ഇൻ ദ ഫോം ഓഫ് എന്താണ്? ന്യൂട്രീഷൻ എന്ന രീതിയിൽ അവർക്ക് എനർജി കിട്ടണം അല്ലേ? പിന്നെ എന്താണ്? ഗ്രോത്ത്. അതായത് നമ്മൾ പറയും ഇങ്ങനെ ചാർജിങ് എന്ന രീതിയിൽ നമ്മുടെ ബോഡി ചാർജ് ആവണമെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ കിട്ടണം. എന്ത് വേണം? എനർജി വേണ്ടേ നമുക്ക്? വി നീഡ് എനർജി ഫോർ ദാറ്റ്. സോ വി വോണ്ട് വാട്ട്? എനർജി. ഇതൊക്കെ നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ചാർജ് ആവുന്നു, ഓൺ ആവാൻ എന്നൊക്കെ നമ്മൾ പറയില്ല, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? എനർജി വേണം. ഓക്കെ. ഇനി ഫോർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം മക്കളെ? ഗ്രോത്തിന് വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? ഫുഡ് വേണ്ടേ? നമ്മൾ എന്തിനാ ഫുഡ് വേണ്ടെന്ന്, എന്തിനൊക്കെയാണ് ഫുഡ് വേണ്ടെന്ന് നമ്മളുടെ ചോദ്യം. എന്തിനൊക്കെ ആയിരിക്കും? ഫോർ ഗ്രോത്തും വേണം. ഫോർ ഗ്രോത്ത് പേർപ്പസിന് നമുക്ക് ഫുഡ് വേണം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഫോർ ഗ്രോത്ത് പേർപ്പസ് ഓൾസോ. അപ്പൊ ഗ്രോത്തിന് വേണ്ടിയിട്ട് വേണം അല്ലേ? ഇനി അടുത്ത നമുക്ക് ഫോർ റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ബോഡി പാർട്സ് റിപ്പയർ ചെയ്യാൻ കൂടി നമുക്ക് എന്ത് വേണമെന്നാ പറഞ്ഞത്? ഡാമേജ്ഡ് ബോഡി പാർട്സ് റിപ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം മക്കളെ? ഫുഡിന്റെ ഇത് വേണ്ട, എന്നാലേ നമുക്ക് എനർജി സോഴ്സ് ആയിട്ട് കിട്ടും, നമുക്ക് ന്യൂട്രീഷൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. സോ ഫോർ റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ബോഡി പാർട്സ് നമുക്ക് എന്ത് വേണം? വി നീഡ് ഫുഡ്. ക്ലിയർലേ കോൺസെപ്റ്റ്? മനസ്സിലായോ? പിടി കിട്ടുന്നുണ്ടോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ മക്കളെ? സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? ഇസ് ദെയർ എനി ഡൗട്ട്? യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, now we can ask for next one, that is
ക്യാരി ഔട്ട് ലൈഫ് പ്രോസസ്സ്. ഈ ഫുഡിനുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള ലൈഫ് പ്രോസസ്സിലേക്കൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ലൈഫ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ജീവജാലത്തിൻ്റെയും ലൈഫ് പ്രോസസ്സ്, ഒരു പ്ലാന്റ് കേസ് ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സ് കേസ് ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പഠിച്ച മിസ് ഗ്രെൻ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചല്ലോ. മിസ് ഗ്രെൻ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചല്ലോ. അതായത് മൂവ്മെന്റ്, റെസ്പിറേഷൻ, സെൻസിറ്റിവിറ്റി, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, എന്തിരിക്കും, എക്സ്ക്രീഷൻ, ന്യൂട്രീഷൻ. ഈ ഒരു ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാരി ഔട്ട് ലൈഫ് പ്രോസസ്സിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ഫുഡ് വേണ്ടേ? ഈ പ്രോസസ്സിന് നമുക്ക് എന്താ വേണ്ട മക്കളെ? ഫുഡ് വേണ്ടേ? അപ്പൊ ഈ പ്രോസസ്സിനും കൂടി നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. ക്ലിയർലെ കോൺസെപ്റ്റ്? അപ്പൊ ഇങ്ങനെയുള്ള പ്രോസസ്സിന് നമുക്ക് എന്ത് വേണം മക്കളെ? ഫുഡ് വേണം. ക്ലിയർലെ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ വി നീഡ് ഫുഡ് ഫോർ ദീസ് പ്രോസസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ എനർജി വേണം, ഗ്രോത്ത് വേണം, റിപ്പയർ ഡാമേജ്ഡ് ബോഡി പാർട്സ്, അതേപോലെ ക്യാരി ഔട്ട് ലൈഫ് പ്രോസസ്. ഇതിനൊക്കെയാണ് നമുക്ക് എന്ത് വേണ്ടത്? ഫുഡ് നമുക്ക് വേണ്ടത്. കിട്ടിയോ? പിടികിട്ടിയോ? കോൺസെപ്റ്റ്സ് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ക്ലിയർ അല്ലേ? ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് ഓർഗാനിസം നീഡഡ് ഫോർ ഫുഡ്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തൊക്കെയാണെന്നും കൂടി പറയാം നമുക്ക്. എനർജി വേണം, ഇതിങ്ങനെ എഴുതിക്കോളെ. എനർജി, ഗ്രോത്ത്, റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ബോഡി പാർട്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോഡി ഫുഡ് കൊണ്ട് റെഡി ആകുന്നല്ല കേട്ടോ. നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ സെൽ ഡിവിഷൻസ് ഒക്കെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സെല്ലിൻ്റെ ഡിവിഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനൊക്കെ നമ്മളെ സഹായിക്കില്ലേ? വൂണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെൽ ഡിവിഷൻ ഒക്കെ നടന്ന് അവിടെ നല്ല രീതിയിൽ എന്താ പറയുക, ക്ലോട്ടിംഗ് ഒക്കെ തടഞ്ഞ് നിർത്തുന്ന രീതി അതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ക്യാരി ഔട്ട് ലൈഫ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? ഫുഡ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് ലൈഫ് പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി കോമ്പണൻസ് ഓഫ് ഫുഡ്. എന്തൊക്കെയാണ് ഫുഡിന്റെ ഒരു കോമ്പണൻസ്? മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ഒരു രീതിയിൽ നമുക്ക് പറയുമ്പോൾ ഫുഡിന്റെ കോമ്പണൻസ് എന്തൊക്കെയായിരിക്കും മക്കളെ? ഒരു ഫുഡ് നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് രാവിലെ പുട്ടും കടലയും കഴിച്ചു. അപ്പോൾ പുട്ടും കടലയും കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ അതിൽ നിന്ന് കിട്ടുന്നത്? എന്താണ് അതിൽ നിന്ന് ന്യൂട്രീഷൻ വാല്യൂസ് എന്താണ് നിങ്ങൾക്ക് അതിന് കിട്ടുന്നത്? നമ്മൾ കഴിച്ചത് എന്താണ്? പുട്ടും കടലയും ആണ് കഴിച്ചത്. ചായയും കുടിച്ചെന്നായിരിക്കും. പുട്ടും കടലയും ഒരു പാൽ ചായയും നമ്മൾ കഴിച്ചു. അപ്പോൾ എന്താ നമുക്ക് ഉണ്ടാകുന്ന ന്യൂട്രീഷൻ? അപ്പോൾ നമുക്ക് പുട്ടിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ അത് റൈസ് പ്രൊഡക്റ്റ് അല്ലേ? അരി പൊടിച്ചൊക്കെ അല്ലേ പുട്ടുണ്ടാകുന്നത്. സോ എന്താ നമുക്ക് കിട്ടുക? കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ? കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് കിട്ടുമോ? ഉണ്ടാവും. അതേപോലെ കടലക്കറി. കടല എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ അല്ലേ? കടല നമുക്ക് പ്രോട്ടീൻ കിട്ടും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും കിട്ടും. ഇനി ചായയിൽ നമ്മൾ മിൽക്ക് ഉപയോഗിക്കും അല്ലേ? മിൽക്ക് എന്ന് പറയുമ്പോൾ കാൽഷ്യം കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ തേയില അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത്ര വലിയ കോമ്പൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് എൻറിച്ച് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി നമുക്ക് കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോമ്പണൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കോമ്പണൻസ് ഓഫ് ഫുഡ് എന്തൊക്കെയാണ്? വി ഹാവ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ഓയിൽ, ഗീ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഈ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ, എക്സ്പെഷ്യലി നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എണ്ണയിൽ പൊരിച്ച പഴംപൊരി ആയിക്കോട്ടെ, ബോണ്ട ആയിക്കോട്ടെ, അങ്ങനെയുള്ള ചായക്കടികളൊക്കെ ഇൻ ദ ഫോം ഓഫ് സ്നാക്സ് ഒക്കെ നമുക്ക് എന്ത് പറയും? ഫാറ്റ്സിൽ പെടാം. ഇനി പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? മീറ്റ് ഉണ്ടാവും, ചിക്കൻ ആയിക്കോട്ടെ, എന്താ പറയുക, അങ്ങനെയുള്ള മീറ്റ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് മിൽക്ക് അങ്ങനെയുള്ള കോമ്പൗണ്ട്സിൽ നമുക്ക് എന്ത് പ്രോട്ടീൻസ് കിട്ടും? ഗ്രാംസ്. അതായത് ഇപ്പോൾ കടലയായിക്കോട്ടെ അങ്ങനെയുള്ള ഗ്രൗണ്ട്നട്ട്സ് ഒക്കെ നമുക്ക് അതിലൂടെ എല്ലാം കിട്ടും. വൈറ്റമിൻസ്, മിനറൽസ് നമുക്ക് ആരിൽ നിന്നാണ് കിട്ടുക മക്കളെ? വൈറ്റമിൻസ് ആരിൽ നിന്നാണ് കിട്ടുക? ഫ്രൂട്ട്സ്, വെജീസ് ഒക്കെ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് എവിടെ നിന്ന് കിട്ടും? നമുക്ക് റൈസ്, വീറ്റ് അങ്ങനെയൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റും പ്രോപ്പറായിട്ട് കിട്ടും. അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് എന്താ പറയും? വി ഹാവ് നമ്പർ 1 കാർബോഹൈഡ്രേറ്റ്സ്. എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. രണ്ടാമത് എന്താണ്? നമുക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് വി ഹാവ് ഫാറ്റ്.
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ മക്കളെ? സോ കോമ്പണൻസ് ഓഫ് ഫുഡ് ക്ലിയർ അല്ലേ? നമുക്ക് എന്തെല്ലാം കോമ്പണൻസ് ഉണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് മിനറൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഫാറ്റ് ഉണ്ട്. ഇത്രയും കോമ്പണൻസ് ആണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്തിന് പഠിക്കാനുള്ളത്? കോമ്പണൻസ് ഓഫ് ഫുഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്ലിയർ അല്ലേ മക്കളെ? ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഇപ്പോൾ ഒരാൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അയാൾക്ക് ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മെയിനായിട്ട് അസംഷൻ ചെയ്യേണ്ടത് മസിൽ ബിൽഡിങ്ങിനൊക്കെ എന്താണ്? പ്രോട്ടീൻ വേണം, ഫാറ്റും വേണം, ആൻഡ് ഓൾസോ ലിറ്റിൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് വേണം. അതായത് ഈ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായി ന്യൂട്രീഷൻ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒന്നിന് ഡെഫിഷ്യൻസി വന്നാൽ അത് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഒരു പ്രോപ്പറായ ഡയറ്റും പ്ലാനും വേണം. അതായത് ഒരു മസിൽ ബിൽഡിങ്ങിന് ആളുകാർക്ക് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആണോ വേണ്ടത്? അല്ല, ഈ കൂടുതലായിട്ട് എന്താണ് വേണ്ടത്? പ്രോട്ടീൻസ് അല്ലേ? പ്രോട്ടീൻസും ഫാറ്റും കാര്യങ്ങളല്ലേ, എന്നാലല്ലേ മസിൽ ഗ്രോത്തിനൊക്കെ സഹായിക്കുള്ളൂ. അപ്പൊ എന്താണ് വേണ്ടത് കൂടുതലായിട്ട്? പ്രോട്ടീൻസും ഫാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വേണ്ടത്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി നമുക്ക് നല്ല രീതിയിലെ പെർഫോമൻസ് നമുക്ക് തരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നന്നായി പഠിക്കുക. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, ബൈ.